الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം തഖ്വയോടുകൂടി ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വയനാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചിന്തയിലുണ്ടാകേണ്ട, നാം ആലോചിക്കേണ്ട ചില ഗൗരവപരമായ വിഷയങ്ങളാണ് കഴിഞ്ഞ 2 ഖുത്ബകളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നാം സന്നദ്ധമാവുക എന്നതാണ് നാം സംക്ഷിപ്തമായി മനസ്സിലാക്കിയിട്ടുള്ളത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ എല്ലാ നിലക്കും നന്നാക്കിയെടുക്കുക, മെച്ചപ്പെടുത്തിയെടുക്കുക എന്നത് നമ്മുടെ കടമയും കടപ്പാടുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ സഹാബികളോടൊപ്പം ഇരിക്കുന്ന സന്ദർഭം അപരിചിതനായ ഒരു മനുഷ്യൻ പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവരുടെ കൂട്ടത്തിൽ അവർക്ക് പരിചയമുള്ള ഒരാളല്ല, കാണാൻ ശ്രദ്ധിക്കപ്പെടാൻ പ്രത്യേകതയുള്ള ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിക്കുന്നു, എന്താണ് ഈമാൻ? ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൗമൻ ബാരിസൻ ലിന്നാസ്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ഇടയിൽ കടന്നു വന്നിരിക്കുകയായിരുന്നു എന്നർത്ഥം. ഇദാ അതാഹു റജുലുൻ യംഷി, ഒരു മനുഷ്യൻ നടന്നുകൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, എന്നിട്ട് പ്രവാചകനോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിൻ്റെ ദൂതരെ, മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് പറയുന്നത്? പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞു, ഖാല അൽ ഈമാൻ അൻ യുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വ ലിഖാഇഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലുമുള്ള വിശ്വാസമാണ്. അതുപോലെ തന്നെ അവനെ കണ്ടുമുട്ടുമെന്ന ബോധ്യമാണ്. വ തുഅ്മിന ബിൽ ബഅസിൽ ആഖിർ, പരലോകത്ത് വീണ്ടുമുണ്ടാകുന്ന പുനരുത്ഥാനത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള വിശ്വാസമാകുന്നു എന്ന് നമ്മൾ സാധാരണ ചൊല്ലിപ്പഠിക്കാറുള്ള 6 ഈമാൻ കാര്യങ്ങൾ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. ആ അപരിചിതനായ മനുഷ്യൻ വീണ്ടും പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൽ ഇസ്ലാം, എന്താണ് ദൂതരെ ഇസ്ലാം എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഖാല അൽ ഇസ്ലാമു അൻ തഅബുദല്ലാഹ് വലാ തുശ്രിക ബിഹി ഷൈഅ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കലാണ്, അവന് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അഥവാ ആ ഷഹാദത്തിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടും. തുഖീമസ് സലാത്ത വ തുഅ്തിസ് സകാത്ത വ ഫറൂദ വ തുസുമ റമളാൻ തുടങ്ങി നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ഹജ്ജും നമ്മൾ ഇസ്ലാം കാര്യങ്ങളായി എണ്ണി പറയാറുള്ള കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കും. അപരിചിതൻ ചോദ്യം അവസാനിപ്പിക്കുന്നില്ല.
അദ്ദേഹം വീണ്ടും പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൽ ഇഹ്സാൻ, ദൂതരെ എന്താണ് ഇഹ്സാൻ എന്ന് പറയുന്നത്? പ്രവാചകൻ ആ സന്ദർഭത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കലാണ്. ഏതുപോലെ? നീ അവനെ കാണുന്നു എന്നതുപോലെ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈമാനും ഇസ്ലാമും വിശദീകരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആ വ്യക്തി ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇഹ്സാൻ എന്താകുന്നു എന്നാണ്. ഭാഷാപരമായി അഹ്സന എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് ഭാഷാപരമായി നന്നാക്കുക, നന്മ ചെയ്യുക, മെച്ചപ്പെടുത്തുക, ഗുണമേന്മയുള്ളതാക്കി മാറ്റുക എന്നൊക്കെ ഭാഷാപരമായി അർത്ഥം നൽകാൻ സാധിക്കും. ഇവിടെ ഭാഷാപരമായ അർത്ഥമല്ലല്ലോ ഉദ്ദേശിച്ചത്. സാങ്കേതികമായി മതപരമായി അത് ഉൾക്കൊള്ളുന്ന ആശയം എന്താകുന്നു എന്നാണ് വിശദീകരിക്കപ്പെട്ടത്. അവിടെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം, അവിടെ വിശദീകരിക്കപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കിയത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ അവനെ നീ ആരാധിച്ചു കൊണ്ടിരിക്കണം. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അടിവരയിട്ടുകൊണ്ട് നമ്മൾ വായിക്കേണ്ട ഒരു വചനമാണ്. അതിനുശേഷം അവരിതിന് തിരിച്ചുപോയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഖാക്കളോട്, സഹാബിവര്യന്മാരോട് പറഞ്ഞു, ഹാദാ ജിബ്രീൽ അലൈഹിസ്സലാം, നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന അപരിചിതനായ വ്യക്തി മറ്റാരുമല്ല, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജാഅ ലിയുഅല്ലിമൻ നാസ ദീനഹും, അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് ജനങ്ങളെ അവരുടെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു എന്നാണ്. മതം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ മതത്തെ നമുക്ക് വിശദീകരിച്ചു തരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ വിശദീകരിച്ചത്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും നമുക്ക് സുപരിതമാണ്. അതിനോട് ചേർത്ത് വെച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഇഹ്സാനിനെ കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ പ്രവാചക വചനം ഉദ്ധരിച്ചിരിക്കുന്നത്. അവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ നൽകിയിരിക്കുന്ന വിശദീകരണം, ജിബ്രീൽ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ ദീനിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ദീനിനെ മനസ്സിലാക്കണം, അതിനടുത്തറിയണം, മതം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. ദീൻ നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈമാനിനോടൊപ്പം ഇസ്ലാമിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഇഹ്സാൻ എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈമാനും ഇസ്ലാമും ഉണ്ടാകുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത് ഇഹ്സാനിലൂടെയാണ് എന്ന് നമുക്കവിടെ ചേർത്ത് വായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ഇഹ്സാനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, അൽ ഇഹ്സാൻ ലുബ്ബുൽ ഈമാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ കാമ്പാകുന്നു എന്നാണ്. ഒരു വസ്തുവിൻ്റെ കാമ്പ് എന്ന് നമ്മൾ സാധാരണ പറയാനുള്ളത് അതിൻ്റെ ഏറ്റവും മൂല്യവത്തായിരിക്കുന്ന ഘടകമാണ്. ആ വസ്തുവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ കാമ്പ് എന്ന് പറയാറുള്ളത്. പുറന്തിലുകളെല്ലാം ഒഴിവാക്കിയതിനു ശേഷം നമുക്കൊന്നിൽ നിന്ന് ലഭിക്കുന്ന കാമ്പ്. അപ്പോൾ ഈമാനിൻ്റെ കാമ്പാണ്. അതുപോലെ തന്നെ വറൂഹുഹു വകമാലുഹു, അത് അതിൻ്റെ ആത്മാവാകുന്നു, അതിൻ്റെ പൂർണ്ണതയാകുന്നു എന്നാണ്. അഥവാ ഒരു മുസ്ലിമിനെ അവൻ്റെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്താൻ, ഒരു വിശ്വാസിയെ കർമ്മനിരതരാക്കി മാറ്റാൻ ആവശ്യമായിരിക്കുന്ന ചാലക ശക്തിയാണ് ഇഹ്സാൻ എന്ന് നമുക്ക് ഈ പ്രയോഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് അള്ളാഹു സൂറത്തു നിസായിൽ നമുക്ക് വിശദീകരിച്ചത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിരിക്കുന്ന ഒരായത്താണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരാമർശിക്കുമ്പോൾ അവിടെ പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. ആരാണ് തൻ്റെ മതത്തെ ഏറ്റവും നന്നാക്കി തീർത്തവൻ, ഉത്തമ മതക്കാരൻ ആരാകുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അഹ്സനു ദീനൻ. ആ അഹ്സനു ദീനൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നു, മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി, ആർ തൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയിരിക്കുന്നുവോ വഹുവ മുഹ്സിൻ, അവനാണ് യഥാർത്ഥത്തിൽ മുഹ്സിൻ എന്നാണ്. പിന്നീട് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് പിൻപറ്റുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭാഗം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇവിടെ നമുക്കിത് മനസ്സിലാക്കാം. ഇഹ്സാൻ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിക്കുവാൻ, നമ്മുടെ മുഖത്തെ പൂർണ്ണമായും അവന് കീഴ്പ്പെടുത്തുവാൻ,
സാധിക്കുന്ന ഉത്തമ മതത്തിൻ്റെ വ്യക്താക്കളെക്കുറിച്ചും പ്രയാക്താക്കളെക്കുറിച്ചുമാണ് നമുക്കിവിടെ മുഹ്സിൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇത് ബോധ്യപ്പെടുന്നത്, ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് നൽകുന്നൊരു മാറ്റം നമ്മൾ പരിശോധിക്കണം. നമുക്ക് നമ്മൾ സൂറത്ത് യൂനസിലെ 61-ാമത്തെ വചനം, 10-ാമത്തെ അധ്യായത്തിലെ 61-ാമത്തെ വചനം, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അടിവരയിട്ടുകൊണ്ട് വായിക്കാം. ഇഹ്സാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ നാം അവനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കലാകുന്നു എന്നത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് ബോധ്യപ്പെടും. അള്ളാഹു പറഞ്ഞു നോക്കൂ, നമ്മൾ വമാ തകൂനു ഫീ ശഅനി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, നീ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു. വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനി, അതുമായി ബന്ധപ്പെട്ട ഖുർആൻ നീ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഖുർആൻ നീ പാരായണം ചെയ്യുന്നു. അത് ഒരുപക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞു. പ്രവാചകൻ ഏറ്റവും അധികം ഖുർആൻ പാരായണം ചെയ്യുകയും അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മഹാനായ ഒരു വ്യക്തിത്വമാണല്ലോ. അപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, നീ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു, നീ ഖുർആനിൽ നിന്ന് അതിനെക്കുറിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദ, നീ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ പ്രവർത്തനം നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ദൃക്സാക്ഷിയായി നിന്നോടൊപ്പം നാം ഉണ്ട്. നാം ഇല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇൻ തുഫീറൂന ഫീഹി, നീ ആ പ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കെ. നോക്കൂ, നമ്മൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു, നീ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കൂടെ ഞാനില്ലാതെ, അത് ഞാൻ കാണാതെ, അത് ഞാൻ ദൃക്സാക്ഷിയാകാതെ നിനക്കൊരു കാര്യത്തിലും ഏർപ്പെടാനോ ഒരു പ്രവർത്തനവും ചെയ്യുവാനോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുഴുകാനോ സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് പറഞ്ഞു, വമാ യഅസുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ. നീ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഒന്നും വിട്ടുപോവുകയില്ല. മാ യഅസുബു അൻ റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഒന്നും വിട്ടുപോവുകയില്ല. എത്രത്തോളം? മിൻ മിസ്ഖാലി ദർറത്തിൻ, ഒരു അണുത്തൂക്കം, ഫിൽ അർളി, ഭൂമിയിൽ, വലാ ഫിസ് സമാ, അല്ലെങ്കിൽ ആകാശത്ത്. ഭൂമിയിലാകട്ടെ ആകാശലോകത്താകട്ടെ ഒരു കടുകുമണി തൂക്കം വരുന്ന ഒരു കാര്യം പോലും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോവുകയില്ല. സൂക്ഷ്മമായി അവൻ അറിയും, അവൻ ദൃക്സാക്ഷിയാകും എന്നതിൻ്റെ വിവക്ഷയാണ്. എന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കി, വലാ അസ്അറ മിൻ ദാലിക വലാ അക്ബർ, ആ കടുകുമണിയേക്കാൾ ചെറുതായിരുന്നാലും ശരി, വല അക്ബർ, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരുന്നാലും ശരി, എത്ര നിസ്സാരമായിരുന്നാലും ശരി, അതിലെത്ര വലുതായിരുന്നാലും ശരി, അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്ന വിഷയമില്ല. എന്നിട്ട് പറഞ്ഞു, ഇല്ല ഫി കിതാബിൻ മുബീൻ, അതൊക്കെ വ്യക്തമായ ഒരു രേഖയിലുണ്ട്, സ്പഷ്ടമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തപ്പെടുന്നു. അപ്പോൾ എന്താണ് ഇഹ്സാൻ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് ഇഹ്സാൻ? അള്ളാഹു നമ്മെ കാണുന്നു, നമ്മളൊക്കെ പറയാറുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു ബോധം വളരെ കൃത്യമായി പ്രവാചകനോടാണ് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നത്. നീ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നു, നീ ഒരു പ്രവർത്തനത്തിൽ മുഴുകുന്നു, നീ ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ പോലും തീർച്ചയായും നിന്റെ റബ്ബ് നിന്നോടൊപ്പമുണ്ട്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലോ ആകാശത്തിലോ ഒരു കടുകുമണിയോളം വരുന്ന വസ്തുവായിരുന്നാലും ശരി, അതിനേക്കാൾ ചെറുതായിരുന്നാലും ശരി, അതിനേക്കാൾ വലുതായിരുന്നാലും ശരി, അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നം പോലും ഇല്ലാത്ത വിധം എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു കർമ്മരേഖയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധത്തോടു കൂടി നമുക്ക് പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നു, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാഹ് അപ്പോഴും നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? വളരെ ലളിതമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഏറ്റവും അധികം അള്ളാഹുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന, അള്ളാഹുമായി നേരിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നമസ്കാരം. ഈ നമസ്കാരം ആരംഭിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടിയാണ്. അല്ലാഹു അക്ബർ,
അള്ളാഹു ഏറ്റവും മഹാനാകുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് കൈവെക്കുമ്പോൾ അള്ളാഹു എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ അവനോട് നേരെ ചൊവ്വേ അഭിമുഖത്തിൽ ഏർപ്പെടുകയാണ്, ഞാൻ അവനോട് പ്രതിജ്ഞ എടുക്കുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നു, അവനോട് ചോദിക്കുന്നു, അവനോട് സംസാരിക്കുന്നു, അവൻ്റെ മുമ്പിൽ തലകുനിക്കുന്നു, അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തോടെ ആ മനസ്സാന്നിധ്യത്തോടു കൂടിയാണോ ഞാനും നിങ്ങളും നമസ്കാരം നിർവഹിക്കാറുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ ഒരു ബോധം. തുടർന്ന് നമ്മൾ പറയുന്നു, ഒന്നുകിൽ വജ്ജഹ്തു വജ്ഹിയ അല്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ. ആലോചിച്ച് നോക്കൂ, നമ്മൾ പടച്ച തമ്പുരാനെ, എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ്റെ നേരെ. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, എൻ്റെ ജീവിതവും, എൻ്റെ മരണവും, എൻ്റെ ത്യാഗവും എല്ലാം നിനക്ക് വേണ്ടിയാണ്. ഈ പ്രതിജ്ഞ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ നേർക്ക് നേരെ അള്ളാഹുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയാണ് എന്ന ബോധം നമുക്കുണ്ടോ? നാഥ, എന്നെയും എൻ്റെ പാപങ്ങളെയും നീ വിദൂരമായി അകറ്റണമേ, കിഴക്കും പടിഞ്ഞാറും അകറ്റിയതുപോലെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നോക്കൂ, നമ്മൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായി നമ്മൾ പറയുന്നു. അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ദിവസം 17 പ്രാവശ്യം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നു. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നേരായ പാതയിൽ നീ വഴി നടത്തണമേ. അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നൊക്കെ നമ്മൾ പറയുന്നു. അവിടെയൊക്കെ നമ്മൾ നോക്കൂ, ഇയ്യാക്ക ഇയ്യാക്ക, നീ, നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് ഈ നീ? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യം, നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ധാരണയോടുകൂടി, ആ ഉത്തമമായ ബോധ്യത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇഹ്സാൻ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ആലോചിക്കാൻ കഴിയണം. നമ്മളിവിടെ പറയുന്ന ആ നീ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അവന് ദൃക്സാക്ഷിയാകുന്നത് പോലെ, അവനെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് പോലെ അവനെ നമുക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എത്രയും നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾ പോലും ആ ഒരു ബോധത്തോടു കൂടി നിർവഹിക്കാൻ കഴിയുക. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുത്തൂക്കം നന്മയാണെങ്കിൽ അത് അവൻ കാണും, അണുത്തൂക്കം തിന്മയാണെങ്കിൽ അതും അവൻ കാണും. ഞാനും നിങ്ങളും സുപരിചിതമായിരിക്കുന്ന, നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ള, നമുക്ക് അർത്ഥമറിയാവുന്ന ചെറിയ സൂറയിലെ വചനങ്ങളാണ്. പക്ഷേ അത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടോ എത്രയും നിസ്സാരമായ കാര്യം പോലും അള്ളാഹു അറിയും എന്ന്? ഒരു സഹാബി വര്യൻ പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിൻ്റെ ദൂതരെ, വളരെ വിശദമായും വിപുലമായും പഠിക്കാനും ചിന്തിക്കാനും ഒന്നും കഴിയില്ല. ഞാൻ ഗ്രാമീണനായ മനുഷ്യനാണ്, സാധാരണക്കാരൻ. അതുകൊണ്ട് ലളിതമായി എനിക്ക് മതത്തെക്കുറിച്ച് പറഞ്ഞു തരണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. വളരെ ലളിതമായി എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു രൂപത്തിൽ എനിക്ക് മതത്തെ പരിചയപ്പെടുത്തി തരണം. പ്രവാചകൻ അല്പം ആലോചിച്ചു. ഈ സാധാരണ മനുഷ്യനോട് വളരെ ലളിതമായി എങ്ങനെയാണ് ദീനിനെ പരിചയപ്പെടുത്തേണ്ടത്? അല്പം ആലോചിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, ഈ രണ്ടേ ആയത്തുകൾ ഓതിക്കൊടുത്തു. ഈ മനുഷ്യൻ അത് കേട്ടു പഠിച്ചു മനസ്സിലാക്കി ഹൃദിസ്ഥമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മിസ്കാലു ദർറ മിസ്കാലു ദർറ മിസ്കാലു ദർറ, അണുത്തൂക്കം 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 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന സഹാബികളോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ ആ മനുഷ്യനെ, ഇപ്പോൾ നമ്മുടെ അടുത്ത് കടന്നു വന്നു ദീനിനെക്കുറിച്ച് ലളിതമായി പഠിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ രണ്ടേ ആയത്തുകൾ ഓതിക്കൊടുത്ത് അത് കേട്ട് പഠിച്ച് തിരിച്ചു പോകുന്ന ആ മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈമാൻ കടന്നിരിക്കുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ല. അദ്ദേഹം ആകെ രണ്ടേ ആയത്തെ പഠിച്ചുള്ളൂ. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ.
ആരെങ്കിലും അണുത്തൂക്കം നന്മ ചെയ്താൽ അത് അവൻ കാണും, ആരെങ്കിലും അണുത്തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ നെഞ്ചേറ്റിക്കഴിഞ്ഞു. അദ്ദേഹം നെഞ്ചേറ്റിക്കഴിഞ്ഞു. നമ്മൾ എത്ര ആയത്തോതി, എത്ര ഖുർആൻ ക്ലാസ് പഠിച്ചു, എത്ര കുത്തുബ കേട്ടു, മലയാളത്തിൽ തന്നെ കുത്തുബ വേണമെന്ന് പറഞ്ഞ് എത്ര വാശി പിടിച്ചു, അതിനുവേണ്ടി പള്ളി ഉണ്ടാക്കി, അതിനുവേണ്ടി ഷഹീദായി, ഒക്കെ ശരിയാണ്. പക്ഷേ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നന്നാവാത്തിടത്തോളം കാലം അതുകൊണ്ട് എന്ത് ഗുണമേന്മയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ മനുഷ്യൻ 2 ആയത്തെ പഠിച്ചു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈമാൻ കടന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. എന്തേ കാരണം? അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഒറ്റ ചിന്ത മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൂ. അണുത്തൂക്കം നന്മയാണോ, ഞാനതിൻ്റെ കൂടെ ഉണ്ടാകും, ഞാനത് പറയും, ഞാനത് ചെയ്യും, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കും. അണുത്തൂക്കം തിന്മയാണോ, അതിനെക്കുറിച്ച് പറയാൻ, അതിനുവേണ്ടി കാലടി എടുത്തു വെക്കാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഞാനിനി തയ്യാറല്ല എന്ന ദൃഢമായ തീരുമാനത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവാചകൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ സഹോദരങ്ങളെ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് ഇഹ്സാൻ. ഇഹ്സാൻ നമ്മൾ പരിചയപ്പെടേണ്ടത് അവിടെയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ കാര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നോക്കൂ. നമ്മൾ മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തോടൊപ്പം സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം ഫിർഔന്റെ സമീപത്ത് ചെന്നുകൊണ്ട് അവിടെ കടന്നു ചെന്നുകൊണ്ട് പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കിയ ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വായിക്കാൻ കഴിയും ആരുടെ മുമ്പിലേക്കാണ് ഈ മനുഷ്യർ കടന്നു ചെല്ലുന്നത്. പ്രത്യേകിച്ച് മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. ഫിർഔന്റെ രാജകൊട്ടാരത്തിൽ അദ്ദേഹം മാറിപ്പോയിട്ട് വന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഫിർഔന്റെ മുമ്പിൽ, അതും ഏകാധിപതിയായ, രാജാധിപതിയായ, സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ, താൻ തന്നെയാകുന്നു ദൈവം എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പ്രബോധനം നടത്താൻ വേണ്ടി പറയുമ്പോൾ എങ്ങനെ ഞാനത് നിർവഹിക്കും എന്ന ആശങ്ക സ്വാഭാവികമാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു അവരോട് പറഞ്ഞത്, ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. മൂസാ നബിയോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. ഇന്നനീ മാകുമ, നിങ്ങളുടെ രണ്ടുപേരോടുമൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചില്ല അള്ളാഹു. അസ്മഉ വ അറ, ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യും. നമ്മൾ അടിവരയിട്ടുകൊണ്ട് വായിക്കുക. ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ശക്തരിൽ ശക്തരായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് സത്യത്തിൻ്റെ സന്ദേശം ധൈര്യത്തോടെ, തൻ്റെടത്തോടെ പറയാൻ മൂസാ അലൈഹി സ്വലാമിനോട്, ഹാറൂൻ അലൈഹി സ്വലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുമ്പോൾ ആശങ്കപ്പെടുമ്പോൾ ആ ആശങ്കയ്ക്ക് യാതൊരു കാരണവുമില്ല. നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ധൈര്യമായി കടന്നു ചെല്ലൂ എന്ന് പറഞ്ഞു അവർക്ക് ആവേശം കൊടുത്ത വചനമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാനുണ്ട്, നിങ്ങളുടെ രണ്ടുപേരോടൊപ്പം ഞാനുണ്ട് എന്ന് മാത്രമല്ല, അസ്മഉ വ അറ, ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യമാണ് ഇഹ്സാൻ. അള്ളാഹ് നമ്മെ കേൾക്കുന്നു, അള്ളാഹ് നമ്മെ കാണുന്നു, അള്ളാഹ് നമ്മെ അറിയുന്നു, അവൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഇത് നൽകുന്ന ഒരു സന്ദേശം, ആ ധൈര്യം നമ്മൾ നോക്കൂ. ആ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു, ഫഅർസിൽ മഅനാ ബനി ഇസ്രായേൽ, മർദ്ദിതമായ ഒരു ജനവിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി ധീരമായി ഫിർഔന്റെ മുമ്പിൽ ആവശ്യപ്പെടാൻ, അവകാശപ്പെടാൻ ആവശ്യമായ തൻ്റെ ഇടവും ധൈര്യവും ഊർജ്ജവും ലഭിച്ചത് ഈ ഒരു ബോധത്തിൽ നിന്നാണ്. നമുക്കുണ്ട് ഈ ബോധം. നമ്മൾ എവിടെയോ മാറി നിൽക്കുകയാണ്. നമ്മൾ ആശങ്കാകുലരും ഭയപ്പെടുന്നവരുമായി മാറി നിൽക്കുകയാണ്. മറിച്ച് ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടു കൂടി അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലാനും അവിടെ മർദ്ദിത ജനവിഭാഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി ശബ്ദമുയർത്താനും സാധിച്ചത് ഇന്ന് നിങ്ങളോടൊപ്പം ഞാനുണ്ട്, ഞാൻ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ള അള്ളാഹു നൽകിയിരിക്കുന്ന ബോധമായിരുന്നു. ഹിജറയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടി വന്ന ഘട്ടം, ശത്രുക്കൾ പിടികൂടും എന്ന് ഉറപ്പാകുന്ന സന്ദർഭം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ കാലടികൾ കാണുകയാണ്, അവിടെ ശബ്ദം കേൾക്കുകയാണ്. അവർ ഒന്ന് ഗുഹയിലേക്ക് ആഴത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നേർക്ക് നേരെ പിടിക്കപ്പെടുകയും അതോടുകൂടി വധിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. ഈ നിർണായകമായ സന്ദർഭത്തിൽ നീ ഭയപ്പെടേണ്ടതില്ല. നാം രണ്ടുപേർ മാത്രമല്ല, ഇന്നല്ലാഹ മഅന, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട് എന്നുള്ള ബോധ്യം അവിടെ നൽകുന്ന മാറ്റം എന്താകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇഹ്സാൻ എന്നത് ഇൻഷാ അല്ലാഹ് അത് ഇബാദത്തുകളിലും നമ്മുടെ മറ്റ് ഇടപാടുകളിലുമൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് വെറും ഖുതുബകളിലൂടെ നമുക്ക് സൂചിപ്പിക്കാം. ഞാൻ ഇഹ്സാൻ എന്താകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ തിരിച്ചറിയുക,
വളരെ കൃത്യമായി നമുക്കൊരു ബോധ്യമുണ്ടാകണം. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാനും ഗുണമേന്മയുള്ളതാക്കി മാറ്റാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്കുള്ള ആ ബന്ധം, അള്ളാഹു അവനെ തിരിച്ചറിയാൻ ആയത്തിൽ ഹുബ്ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹബന്ധം അതായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ആയത്തു തഅ്ലീം, അള്ളാഹുവിനോടുള്ള അങ്ങേ അറ്റത്തെ ആദരവും അവൻ്റെ മുമ്പിൽ അങ്ങേ അറ്റത്തെ ആത്മാർത്ഥതയും താഴ്മയും ഏകാഗ്രതയും ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കിയെടുക്കാനും മെച്ചപ്പെടുത്തിയെടുക്കാനും നമ്മൾ തയ്യാറാവുക. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു വഹുവ മുഹ്സിൻ എന്ന് അള്ളാഹു പറഞ്ഞ മതത്തെ നന്നാക്കിയവരാരാണ്? അവൻ അവൻ്റെ മുഖത്തെ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു വിശദീകരിച്ചിരിക്കുന്ന അവനാണ് മുഹ്സിൻ എന്ന് പറഞ്ഞ യഥാർത്ഥ മുസ്ലിം ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടും. അപ്പോൾ ഈമാനിനോടൊപ്പം ഇസ്ലാമിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട നമ്മുടെ മതത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഇഹ്സാനിനെ സംബന്ധിച്ച് ഒരു ആമുഖം മാത്രമാണ് നാം നൽകിയിട്ടുള്ളത്. അത് നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സമീപനങ്ങളിൽ എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തണമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. സാന്ദർഭികമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് നാം നടത്താറുള്ള പുണ്യകരമായിരിക്കുന്ന ഒരു കർമ്മമാണ് വഖഫ് എന്നുള്ളത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ് നാം. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ ആലോചിക്കുക, മറ്റ് യാതൊരു ഉദ്ദേശവുമില്ലാതെ, വഖഫിൻ്റെ ആശയം തന്നെ അതാണ്, ഭൗതികമായ യാതൊരു താല്പര്യങ്ങളുമില്ലാതെ നമുക്ക് നാളെ പരലോകത്ത് ഗുണം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ശാശ്വതമായി നിലനിൽക്കുന്ന, നമ്മൾ മരിച്ചാലും നമുക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശദീകരിച്ചിരിക്കുന്ന ജാരിയായ സദഖയുടെ, നമ്മൾ മരിച്ചാലും എത്ര വർഷമാണോ അത്രയും കാലം അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഗുണവും നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൻ്റെ ഗുണം മുഴുവനും, അതിൻ്റെ നന്മ മുഴുവനും, അതിൻ്റെ പ്രതിഫലം മുഴുവനും നമുക്ക് ലഭിക്കണം എന്ന അത്യധികം ആഗ്രഹത്തോടു കൂടി നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന ദാനമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്നുള്ളത്. അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ആ നിലക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദപ്പെട്ട സർക്കാരുകളായിരുന്നാലും ശരി, ബന്ധപ്പെട്ടവരായിരുന്നാലും ശരി, അതിനെ സംരക്ഷിക്കുവാൻ സന്നദ്ധമാവുക എന്നല്ലാതെ അത് ഏതെങ്കിലും നിലക്ക് അന്യാദപ്പെട്ടു പോകാനുള്ള എന്തെങ്കിലും വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഭേദഗതിയും നടപ്പാക്കരുത് എന്ന് നമുക്ക് നമ്മുടെ സർക്കാരിനോടും ഉത്തരവാദപ്പെട്ടവരോടും ബോധ്യപ്പെടുത്താനും ആവശ്യപ്പെടാനും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും നിലക്ക് അന്യാദപ്പെട്ടു പോകാനുള്ള വല്ല മാർഗങ്ങളും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അതിൻ്റേതായ മാർഗം സ്വീകരിച്ചുകൊണ്ടായിരിക്കണം. മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ഈ രാജ്യത്തുള്ള ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനും മാത്രമല്ല, അവൻ്റെ വിശ്വാസമനുസരിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും സ്ഥാപനങ്ങൾ നടത്തുവാനും അതിനെ സംരക്ഷിക്കുവാനും ഒക്കെ ഭരണഘടനാപരമായി നമുക്ക് അവകാശമുണ്ട്. ആ ഏത് മതസ്ഥരുടെയും ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തീരുമാനിക്കേണ്ടതും അത് നടപ്പാക്കേണ്ടതും ആ മതത്തിൽപ്പെട്ട ആളുകളാണ്. മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിൽ കൈകടത്തേണ്ട ബാധ്യത നമുക്കില്ലാത്തതുപോലെ തന്നെ നമ്മുടെ ആരാധനാലയങ്ങളുടെയും ആ നിലക്കുള്ള വസ്തുക്കളുടെയും സംരക്ഷണത്തിൽ മറ്റുള്ളവരുടെ കൈകടത്തലില്ലാത്ത വിധം സുരക്ഷിതത്വം ഉണ്ടാവുക എന്നുള്ളത് ഭരണഘടനാപരമായി നമുക്ക് ലഭ്യമാകേണ്ട അവകാശമായി തന്നെ നമുക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടന നിലനിൽക്കുവാനും അത് സംരക്ഷിക്കുവാനും ഇവിടുത്തെ മതേതരം കാത്തുസൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനായി നമ്മൾ പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ജനാധിപത്യപരമായ നിലക്ക് ആവശ്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നുറപ്പാണ്.
ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിലൂടെ അതിജയിക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ സജീവമായി പ്രാർത്ഥനാനിരതമായ മനസ്സുമായി മുന്നോട്ട് പോകുക. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹജ്ജിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴാണ് അതിന് അപേക്ഷ കൊടുക്കേണ്ട സമയം. ഇതുവരെ ആ മഹാഭാഗ്യത്തിന് അവസരം ലഭിക്കാത്ത ആരെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സാമ്പത്തികവും ശാരീരികവും യാത്രാപരവുമായ സൗകര്യങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കടപ്പാടുമാണ്. നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാം കാര്യങ്ങളുടെ സുപ്രധാനമായ ഘടകമായി തന്നെ നമ്മളതിനെ കാണണം. അതുകൊണ്ട് അതിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ അതിനുവേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലും അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ബോധ്യപ്പെടുത്തണം. പലരും പലപ്പോഴും ചിന്തിക്കാറുള്ളത്, എൻ്റെ എല്ലാ ബാധ്യതയും കഴിഞ്ഞിട്ട് ജനിക്കാൻ പോകുന്ന മോളെ പോലും കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ഹജ്ജിന് പോയാൽ മതി എന്നുള്ളൊരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ധാരണകൾ തിരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാ ബാധ്യതയും കഴിഞ്ഞ് നിർവഹിക്കേണ്ട കാര്യം നമുക്ക് അത് ചെയ്യാനുള്ള സാമ്പത്തികവും ശാരീരികവും യാത്രാപരവുമായ സൗകര്യം എപ്പോഴാണോ ഉള്ളത് അതിന് യാതൊരു പ്രായവുമില്ല. അത് നിർവഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കേണ്ട സമയത്ത് അതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനും ആ കാര്യങ്ങൾ ബന്ധപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ബന്ധുക്കളെയും കുടുംബക്കാരെയും അക്കാര്യം ഉണർത്തുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 20-ാം തീയതി ചൊവ്വാഴ്ച പ്രത്യേകമായി കൊണ്ടോട്ടിയിൽ വെച്ചൊരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ മതം വേണ്ട, കുടുംബം വേണ്ട, വിവാഹം വേണ്ട എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു പുതു തലമുറ ന്യൂ ജെൻ ആണ് വളർന്നു വരുന്നത്. അപകടകരമായൊരു പോക്കിലേക്കാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ദിശാബോധം നൽകുക എന്ന നിലക്കാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ അതിലെത്തിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മിൽ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. വഖഫ് സ്വത്തുക്കൾ അജ്ഞാധീനപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനീപരമായും നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുവാനും നമ്മുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുവാനും അതോടൊപ്പം സമാധാനപരമായ അന്തരീക്ഷത്തിൽ പ്രബോധനം ചെയ്യുവാനുമുള്ള ഭരണഘടനാ അവകാശം അതിന് യാതൊരു കോട്ടവും തട്ടാതെ സംരക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മഹഫത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും പ്രയാസകരമായ പരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കരുതനാഥ. لا الله اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.